കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അവിടെ ഇവിടങ്ങളായി സൂക്ഷിക്കുന്ന നടത്തുന്ന എല്ലാ വിധങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. ഏലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? പറക, നിൻ്റെ വീട്ടിൽ എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. നാം ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുവൻ ഏലീശയുടെ അരികിൽ കടന്നു വന്ന് ഏലീശയോട് പറയുന്ന ഭാഗങ്ങളാണ് നാം വായിച്ചു കേട്ടത്. അവിടെ കാണുവാൻ സാധിക്കുന്നു, നിന്റെ ദാസനായിരുന്നു എൻ്റെ ഭർത്താവ്, പക്ഷെ അദ്ദേഹം മരിച്ചു പോയിരിക്കുന്നത് കൊണ്ട് കടക്കാർ വന്ന് എൻ്റെ മക്കളെ പിടിച്ചു കൊണ്ടുപോകുവാൻ വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് ഏലീശയുടെ അരികിലേക്ക് ഓടുന്ന ഒരു വ്യക്തിത്വത്തെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ആ സ്ത്രീ ഓടി ഏലീശയുടെ അരികിൽ കടന്നു വരുമ്പോൾ ഏലീശ ചോദിക്കുന്ന ഭാഗമാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? നിന്റെ കയ്യിൽ എന്തുള്ളൂ? നമ്മുടേതായ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുകയും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ദൈവഹിതങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുകയും ചെയ്യുമ്പോൾ ദൈവം തൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ളതും സ്വർഗം ചെയ്യുവാനിടയായി തീരും. പ്രവാചക ശിഷ്യൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ തൻ്റെ കുടുംബം കടക്കണിയിലേക്ക് പോകുവാനിടയായി തീർന്നു. അഭിഷിക്തൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ കുടുംബം കടക്കണിയിലേക്ക് പോകുവാനിടയായി തീർന്നു. എന്നാൽ ദൈവം ആ കുടുംബത്തെ കാണുവാനിടയായി തീർന്നു. ദൈവം കണ്ടതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി ആ കുടുംബത്തിൽ വെളിപ്പെടുവാനിടയായി തീർന്നു. എന്നെ ശ്രമിക്കുന്ന ദൈവം ഇതിലെ നീ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുകയും ദൈവത്തിന് വേണ്ടി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുകയും കർത്താവിൻ്റെ വേല ചെയ്യുകയും ചെയ്യുമ്പോൾ ഒന്നോർത്തുകൊള്ളുക, നീ നഷ്ടപ്പെട്ടു പോയാലും, നീ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം കടന്നു വന്നാലും നിന്റെ കുടുംബത്തെയും തലമുറയെയും നോക്കുവാൻ അവൻ ശക്തനായ ദൈവമാണ്. ദൈവം പരിപാലിക്കുവാൻ അവൻ ശക്തനായ ദൈവമാണെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. നോക്കണമേ, അവിടെ ഏലീശയുടെ അരികിൽ പ്രിയ സഹോദരി കടന്നു വന്നിട്ട് പറയുകയാണ്, എൻ്റെ മക്കൾ അവരെ കടക്കാർ പിടിച്ചു കൊണ്ടുപോകുവാൻ വന്നിരിക്കുന്നു. എൻ്റെ ഭർത്താവ് നിൻ്റെ ദാസനായിരുന്നു, കർത്താവിൻ്റെ വേലക്കാരനായിരുന്നു, ഓർക്കണമേ എന്ന് പറയുമ്പോൾ ഏലീശ പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? ഇന്ന് നമ്മുടേതായ ജീവിതത്തിലും ദൈവം നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ദൈവം ചോദിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ പരിമിതികൾ എന്താണോ ആ പരിമിതികളിൽ നിന്നുകൊണ്ട് സ്വർഗം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാനിടയായി തീരും. നിന്റെ കയ്യിൽ എന്തുള്ളൂ എന്ന് ഏലീശ ചോദിക്കുമ്പോൾ, ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് അവൾ വിളിച്ചു പറയുവാനിടയായി തീർന്നു. എന്നാൽ ആ ഒരു ഭരണി എണ്ണയെ ഏലീശ പറയുന്നൊരു കാര്യമുണ്ട്, നീ ചുറ്റുമുള്ള ഭവനങ്ങളിൽ നിന്നെല്ലാം വെറും പാത്രങ്ങൾ മേടിക്കുവാനിടയായി തീരണം. ആ വെറും പാത്രങ്ങൾ മേടിച്ചു കഴിയുമ്പോൾ ചുറ്റുമുള്ള ഭവനങ്ങളിൽ നിന്ന് നിനക്ക് കിട്ടാവുന്നിടത്തോളം വെറും പാത്രങ്ങൾ മേടിച്ച് നീ നിൻ്റെ കുഞ്ഞുങ്ങളുമായി പെരയ്ക്കകത്ത് കയറിയിരുന്നിട്ട് ആ എണ്ണ പകർന്നു കൊള്ളണം. നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ആ കുഞ്ഞുങ്ങളെ കൂട്ടി ഭവനത്തിനകത്ത് കയറിയിരുന്ന അപ്പോൾ എണ്ണ പകരുവാൻ തുടങ്ങി. എണ്ണ പകരുമ്പോൾ നിറയുന്ന പാത്രങ്ങൾ മാറ്റി വെക്കുവാനിടയായി തീർന്നു. അങ്ങനെ അവർ മേടിച്ചിരുന്ന സകല പാത്രങ്ങളും തീർന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവിടെ പറയുകയാണ്, എണ്ണ തീർന്നു പോകുവാനിടയായി തീർന്നു. ആ സഹോദരി ഓടി ഏലീശയുടെ അരികിൽ ചെന്നിട്ട് പറയുകയാണ്, അങ്ങ് പറഞ്ഞതുപോലൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നു. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, അതുകൊണ്ട് നിൻ്റെ അതിലിരിക്കുന്ന എണ്ണ എടുത്ത് നിൻ്റെ കടങ്ങൾ മൊത്തം തീർത്തതിന് ശേഷം നീ ബാക്കി എണ്ണ കൊണ്ട് ഉപജീവനം കഴിച്ചുകൊള്ളണം. പ്രിയ സ്നേഹിതരെ, ദൈവം നിനക്ക് വേണ്ടി നിൻ്റെ ഇല്ലായ്മകളും നിൻ്റെ അവസ്ഥകളും അറിഞ്ഞ് ആ അവസ്ഥയിൽ നിന്നാണ് സ്വർഗം നിനക്ക് വേണ്ടി വലിയവ ചെയ്യുമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നിൻ്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, നീ ഏത് സാഹചര്യത്തിലായിക്കൊള്ളട്ടെ, ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് സ്വർഗം നിനക്ക് വേണ്ടി വലിയവ ചെയ്യുവാനിടയായി തീരും. നിൻ്റെ സാഹചര്യം ചിലപ്പോൾ ചെറുതായിരിക്കാം, നിൻ്റെ സാഹചര്യം ഒന്നുമില്ലാത്ത അനുഭവമായിരിക്കാം, നിൻ്റെ സാഹചര്യം ഒന്നുമില്ലാത്ത
മേഖലകളായിരിക്കാം. എന്നാൽ സ്വർഗം നിനക്ക് വേണ്ടി ചെയ്യുമ്പോൾ ആ സാഹചര്യത്തിൻ്റെ നടുവിൽ നിന്ന് സ്വർഗം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനിടയായി തീരും. ഒരു പറഞ്ഞ് എണ്ണ കൊണ്ട് അവിടെ കടം മാറ്റിയത് മാത്രമല്ല, അവിടെ ഉപജീവനം നടത്തുവാൻ സ്വർഗം മതിയായ ദൈവമാണെന്ന് കാണുവാൻ സാധിക്കുന്നു. നിന്നെ ശ്രമിക്കുന്ന ദൈവത്തിലെ നീ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ സ്വർഗം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനിടയായി തീരും. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ സ്വർഗം വൻ കാര്യം ചെയ്യുവാൻ തക്കതായി നമ്മളെ ഒരുക്കാം, അതിനായി കാത്തിരിക്കാം. ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വേറെയുള്ള ഭാഗത്ത് നിങ്ങളുടെ കരങ്ങൾ വെക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. സ്വർഗം അത്ഭുതം ചെയ്യും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗം നല്ല പിതാവേ, കേൾക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കണമേ. വചനം അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പല സ്ഥലങ്ങളിൽ, ഭവനങ്ങളിൽ, വിദേശങ്ങളിലായിരിക്കുന്ന രോഗികളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വിശ്വാസത്താൽ അവർ കരം വെച്ചിരിക്കുന്ന കർത്താവ് വേദനയുള്ള ഭാഗത്ത് കരം വെച്ചിരിക്കുന്നല്ലോ, സ്വർഗം അവരെ തൊടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതലയച്ചനായ സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. ആമേൻ.